നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരുപാട് ഹൈവേകൾ, നാഷണൽ ഹൈവേകൾ മഴ തുടങ്ങിയപ്പോഴേക്കും പൊളിഞ്ഞു ചാടുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞു, നാഷണൽ ഹൈവേ എന്നതിന്റെ പേരിൽ തന്നെയാണ് ദേശീയ പാത എന്നാണ് അതിന്റെ പേര്. ഈ ദേശീയ പാതയുടെ നിർമ്മാണവും ദേശീയ പാതയുടെ പിറകിൽ ആരാണ് എന്നുള്ളതൊക്കെ അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഫ്ലക്സ് വിപ്ലവം നടത്തിക്കൊണ്ട് ഫ്ലക്സിൽ പിണറായി തമ്പുരാന്റെ മരുമോൻ സുഡാപ്പിയും ഒക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് റോഡിന്റെ ഉദ്ഘാടനത്തിന് മുൻപൊക്കെ ഇങ്ങനെ പൊളച്ചു മറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഉദ്ഘാടന ദിവസമൊക്കെ പൊളച്ചു മറിഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ അതിശയിക്കുകയും ചെയ്തു. ആഹാ, പിണറായി തമ്പുരാനും മരുമോനും കൂടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഉണ്ടാക്കി തന്ന റോഡാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് ആ റോഡുകൾ തകർന്നമർന്ന ഈ ഒരു അവസ്ഥയിൽ ഈ പിണറായി തമ്പുരാനെയോ ഈ മരുമാൻ സുഡാപ്പിയെയോ കാണാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി ചെയ്യുക എന്നുള്ളത് പച്ചയ്ക്ക് തെളിയിച്ചു തരികയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹം ചെയ്ത ആ ഒരു ചെയ്ത്തുണ്ടല്ലോ, അത് മഹാചതിയായി പോയി ഞമ്മന്റെ പിണറായി തമ്പുരാനോടും മരുമോനോടും. അദ്ദേഹം ചെയ്ത ആ ചെയ്ത്ത് നമുക്ക് കണ്ടിട്ട് ഓടി വരാം. കോമഡി ഷോ മാതിരി ഇതുവരെ CPM-ന്റെ മരുമകൻ പറഞ്ഞ ഇത് ഞങ്ങൾ ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അസംബ്ലിയിൽ പറഞ്ഞില്ലേ, ആകെ ഈ നാട്ടിൽ നടന്നൊരു ഹൈവേ ആണ്, അതും ചെയ്തത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിയാണ്. ഞാനല്ല പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. അപ്പൊ ഇതുവരെ നടന്നത് കഴിച്ചെടുക്കാൻ നോക്കുക. അവർ പദ്ധതികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അടിച്ച് നരേന്ദ്രമോദിജിന്റെ പദ്ധതി അത് PM മിഡ് ഡേ സ്കീമാണോ, PM ആയുഷ്മാൻ ആണോ, PM ആവാസ് ആണോ, ഇത് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു സ്ട്രാറ്റജിയാണ്. ഒരു പെട്ടെന്ന് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങൾ ചെയ്തു, അത് ഞങ്ങളല്ല, അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ജനങ്ങളെല്ലാം ഒഴിയാക്കുന്ന ഒരു സ്ട്രാറ്റജി നടക്കില്ല. അത് നമ്മൾ ഈ എൻക്വയറി റിപ്പോർട്ട്, ഞാൻ അങ്ങനെ വലിയൊരു എക്സ്പോർട്ടൊന്നുമല്ല, അത് നോക്കാം. അത് നോക്കാം. ഇപ്പൊ സംസ്ഥാന സർക്കാർ ഓരോന്ന് പറയും, ഞങ്ങളുടെ ഫോൾട്ടല്ല, ഞങ്ങൾക്ക് ഇതിന്റെ ഒരു പിന്നെ ചുമതലയില്ല. അത് എൻക്വയറി റിപ്പോർട്ട് പറഞ്ഞു. ഈ ലാൻഡ് തരുന്നത് സംസ്ഥാന സർക്കാരാണ്, അതിന്റെ സർവേ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് സർവേ ചെയ്തോ, നന്നായിട്ട് നടന്നോ, അത് എന്താണ് ഇതിന്റെ കാരണം, അത് കോൺട്രാക്ടർ ചെയ്ത തെറ്റാണോ, അതായത് NHI ഒരു ക്വാളിറ്റി ഡിസൈൻ ആണോ കൊടുത്തത്, അതായത് എൻക്വയറി റിപ്പോർട്ട് പറയട്ടെ. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഓപ്പൺ ആയിട്ട് വണ്ടിയില്ല അതിനെക്കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കണം. എന്താ
സംശയം ഉണ്ടാവാൻ പാടില്ല. ഒരുപാട് സ്ഥലത്ത് പല അതേപോലെ ഇത് നമുക്ക് പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ ഇത് തുറന്നു കൊടുക്കാനുള്ള ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ നിതിൻ ഗഡ്കരിയോട് സംസാരിച്ചു, അന്നലെ സംസാരിച്ചു. നിതിൻ ഗഡ്കരിക്ക് ഭയങ്കര നല്ലൊരു ഡൈനാമിക് മിനിസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞത് ഈ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ഉടനെ ഇതിന്റെ പരിഹാരവും ഇതിന്റെ ഒരു സൊല്യൂഷൻ അദ്ദേഹം ഉണ്ടാക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഞാൻ അതിന്റെ പുറത്തുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ഏറ്റു അത് ചെയ്യും എന്ന് ഞാൻ പറയുന്നു.